നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ വീണ്ടും NDA തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പോസ്റ്റ് പോൾ സർവേ അടക്കം NDA അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ തന്നെ രണ്ടാമതും നിങ്ങൾ അധികാരത്തിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരിക്കും? താങ്കൾ KPC അധ്യക്ഷ സ്ഥാനത്തൊക്കെ പരിഗണിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇതേ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതിയാകുമോ ബെന്നി? രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് എക്സിറ്റ് പോളിനെ കുറിച്ച് പറഞ്ഞു. ആ എക്സിറ്റ് പോള് ഞാനതിൻ്റെ അത്രയും ഒരു പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ അകത്ത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എക്സിറ്റ് പോളിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉണ്ടായിരുന്നതും എക്സിറ്റ് പോളിൽ കണ്ടും രണ്ട് വ്യത്യസ്തമാണ്. എക്സിറ്റ് പോളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മോഡി തരംഗമാണ്, അല്ലെങ്കിൽ BJP തരംഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയതിനേക്കാൾ NDAക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് പല എക്സിറ്റ് പോളിലും നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് അത്തരത്തിലുള്ളൊരു തരംഗം ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല. ഒരു മോഡി തരംഗമെന്നോ അല്ലെങ്കിൽ ഒരു BJP തരംഗം ആദ്യമേ തൊട്ടുണ്ടായിരുന്നില്ല. ഒരു മോഡി തരംഗമെന്ന് പറയുന്നതുമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പോളിൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അതൊരു ശാസ്ത്രീയമായ ഒരു പഠനത്തിലല്ല പലപ്പോഴും എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നത്. അത് ചില പ്രവചനങ്ങൾ, ചില നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങൾ അതിൻ്റേതായ പൂർണ്ണമായ തലത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മൊത്തം എക്സിറ്റ് പോളിനെ ഞാൻ എതിർത്ത് സംസാരിക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, ഇപ്പം വീണ്ടും ഒരു സാങ്കല്പിക ക്വസ്റ്റ്യനാണ്. വീണ്ടും ഞങ്ങൾ പ്രതിപക്ഷത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, അങ്ങനെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. കാര്യം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം, നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, നമുക്കൊരു ആത്മവിശ്വാസമുണ്ടെങ്കിൽ, ആ ആത്മവിശ്വാസം നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ജോസ് കെ മാണിയുടെ പാർട്ടിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് ഒറ്റവരി മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ച UDF കൺവീനറാണ് താങ്കൾ. താങ്കളുടെ കാലത്താണ് UDFൽ നിന്ന് ജോസ് കെ മാണി പുറത്തു പോകുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളങ്ങനെ വിശ്വസിക്കണ്ട എങ്കിൽ കൂടിയും എക്സിറ്റ് പോൾ പറയുന്നൊരു സൂചന കേരളത്തിൽ 12% അധികം ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുന്നു, അത് BJPയിലേക്ക് പോകുന്നു. ഇപ്പോൾ ചാലക്കുടിയിൽ താങ്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ക്രിസ്ത്യൻ മെജോറിറ്റി വളരെ പ്രധാനമാണ്. ആ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളുമാണ് താങ്കൾ. അപ്പോൾ അങ്ങനെ വരികയാണ് എങ്കിൽ, അതായത് പ്രധാനപ്പെട്ടൊരു ഘടകകക്ഷി, ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഘടകകക്ഷി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നു, പ്ലസ് സാധാരണഗതിയിൽ UDFയിലേക്ക് വരുന്ന വോട്ട് ബാങ്കിൻ്റെ ഒരു വലിയ ചോർച്ച BJPയിലേക്കും സംഭവിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ശരിയാവുകയില്ല. അപ്പോൾ ഒരു പ്രതിസന്ധി കോൺഗ്രസും UDFും കേരളത്തിൽ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നേരിടാൻ പോകുന്നു. ഞാനൊരു തിരുത്തല്ല, ഞാനൊരു കാര്യത്തിൻ്റെ വിശദീകരണത്തോടു കൂടി തുടങ്ങാം. ഒറ്റ വരിയിൽ ഞാനല്ല പുറത്താക്കിയത്. അത് അന്നത്തെ UDF എടുത്ത ഒരു തീരുമാനം കൺവീനർ എന്ന നിലയിൽ സ്വാഭാവികം എനിക്ക് പറയേണ്ടി വന്നു. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം കഴിഞ്ഞ കുറേ നാളുകളായി അവർ LDFനോടൊപ്പമായിരുന്നു. പക്ഷേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDFനോടൊപ്പം നിൽക്കാൻ ജോസ് കെ മാണി എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് അവരുടെ അണികൾക്ക് മനസ്സിലാകും. കാരണം അവരുടെ നിലവിലുള്ള പാർലമെൻറ്റ് സീറ്റ് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഞാനിപ്പോൾ പ്രവചിക്കുന്നതാണെന്ന് ചോദിക്കും, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. കോട്ടയം അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. അവർക്ക് സ്വാധീനമുണ്ടായിരുന്ന മേഖലയാണ് ഇടുക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ ഞങ്ങളോടൊപ്പമായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളോടൊപ്പമില്ല. പക്ഷേ അവർ വിട്ടുപോയത് കൊണ്ട് ഇടുക്കിയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൽ കാതലായ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയിട്ടും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അതിനുശേഷം
ഇടതുപക്ഷ മുന്നണിയിൽ പങ്കാളിത്തം വഹിക്കുന്ന അല്ലെങ്കിൽ പങ്കാളിത്തം വഹിച്ചതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വളരാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അണികളിൽ നിരാശയുണ്ടായിരിക്കുന്നു. അവർ പലരും തിരിച്ചു വന്ന് UDF ആണ് നല്ലത് എന്ന നിഗമനത്തിലേക്ക് അവർ എത്തുന്നു. അതുകൊണ്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസക്തിയും പ്രാധാന്യവും വിജയവും കൂടുതൽ മെച്ചപ്പെട്ടു വരാൻ പോകുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതെല്ലാം വെച്ചുകൊണ്ട് വേണം നമുക്ക് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്താൻ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. കഴിയുമ്പോഴേക്കും ഒരു ചോദ്യം കൂടി, അതായത് നിലവിൽ 17-3 എന്നതാണ് ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് കേരളത്തിൽ UDF LDF താമര വിരിയുമെന്ന് 5ഓളം ഏജൻസികൾ കേരളത്തിൽ തന്നെ പ്രവചിക്കുന്നുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു. അല്പസമയം മുമ്പ് കെ മുരളീധരനും അത് തള്ളിക്കളഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ LDF നില മെച്ചപ്പെടുത്തുകയാണെങ്കിൽ KPCCയുടെ നേതൃസ്ഥാനത്തു നിന്നുമൊക്കെ സ്ഥാനചലനങ്ങളോ നേതാക്കളുടെ മാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കാമോ? ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വിജയം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതല്ല, തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പാർട്ടി തലത്തിൽ എന്നുള്ളതല്ല. പാർട്ടി ആലോചിക്കേണ്ടത് അടുത്ത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ, അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ പാർട്ടിയെ കൂടുതൽ സക്രിയമാക്കുന്നതിന് വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ സംഘടനാ സംവിധാനം ഉണ്ടാകണം എന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ഉണ്ടാകണം. അത് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടുതൽ പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി പടയെടുത്തുകൊണ്ട് നേതൃത്വം മാറണം എന്ന് പറയുന്നതല്ല. അങ്ങനെ ഒരു ശൈലി നല്ലതല്ലെന്ന് അഭിപ്രായക്കാരാണ്. ഇക്കാര്യത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിട്ടുണ്ട്, അത്ര മനോഹരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രം KPCC നേതൃസ്ഥാനം മാറേണ്ടതില്ല. ലോക്കൽ തിരഞ്ഞെടുപ്പ് വരുന്നത് കൂടി മുന്നിട്ട് കണ്ടുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള നേതാക്കളോ ഒക്കെ മാറ്റം വരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്നാണ് അങ്ങ് പറഞ്ഞു നിർത്തിയതിന്റെ ചുരുക്കമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബെന്നി ചേട്ടൻ സേഫ് ആണ്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ഞാൻ സേഫാണ്. ഞാൻ എന്നും സേഫാണ്. സേഫാണ്. And he is not in locker. അദ്ദേഹം സേഫാണ്, പക്ഷേ ലോക്കറിലല്ല. ഓൾവേസ് വിത്ത് പീപ്പിൾ. കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഉണ്ട് ശ്രീ ബെന്നി ബെഹനാൻ. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. ഇന്നത്തെ രാത്രി സുന്ദരമാവട്ടെ, സുഖമായി ഉറങ്ങുക. നല്ല തണുപ്പുണ്ട്. നാളത്തെ പ്രഭാതത്തിൽ നല്ല ചൂടുള്ള വാർത്ത ഒരിക്കൽ വിജയിച്ചു വരുമ്പോ ശ്രീ ബെന്നി ബെഹനാന്റെ വീട്ടിൽ പോയപ്പോ നല്ല മനോഹരമായ ഒരു ചായ കുടിച്ചു. ഇറ്റ്സ് എ സ്പെഷ്യൽ ഗ്രീൻ ടീ. ശ്രീ ബെന്നി ബെഹനാൻ അടുത്ത തവണയും ആ ഗ്രീൻ ടീ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, സ്പെഷ്യൽ ഇത്തവണ. യെസ് സർ, പ്ലീസ്. ആ ഗ്രീൻ ടീ മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണവും ഞാൻ തരാം കേട്ടോ, പറഞ്ഞാൽ മതി. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ആത്മസംതൃപ്തിയുള്ള ഒരു കാര്യമാണ്. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. താങ്കൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂത്തിരി ഇപ്പോഴേ കത്തിച്ചു നമ്മളുടെ AR/VR എക്സാ സ്റ്റുഡിയോയിൽ. താങ്കളുടെ പ്രവർത്തകർക്കുള്ള അവകാശം ഞങ്ങൾ ഉപയോഗിച്ചു. കോൺഗ്രസിന് മുന്നേ നമ്മൾ ആഘോഷിച്ചു. അതെ ബെന്നി ചേട്ടൻ. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ.